സംഘർഷനിർഭരമായ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്തരം ഘട്ടങ്ങളിലൊന്നും നേതാക്കളുടെ സ്മൃതി കുടീരത്തിന് നേരെ ഒരു അക്രമവും ഉണ്ടായിട്ടില്ല. എന്നാൽ കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി സമാധാന അന്തരീക്ഷം നിലനിൽക്കുകയാണ്. ഈ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നത് ഇഷ്ടപ്പെടാത്ത ചില കറുത്ത ശക്തികളാണ് CPM നേതാക്കളുടെ സ്മൃതി കുടീരം രാസപ്രയോഗത്തിലൂടെ വികൃതമാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത് അത്യന്തം അപലപനീയമാണ്, പ്രതിഷേധാർഹമാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അപ്പോൾ ഈ രാസപ്രയോഗം നടത്തിയ ഈ കറുത്ത ശക്തികളെ എത്രയും വേഗം പിടികൂടാൻ പോലീസ് തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കണ്ണൂർ ജില്ലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ഈ ഇലക്ഷൻ ആസന്നമായ ഘട്ടത്തിൽ ചില ശക്തികൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം. അപ്പോൾ ആ നീക്കത്തെ പ്രവർത്തകരാകും അവരുടെ പ്രകോപനത്തിൽ വീണു പോകാൻ പാടില്ല എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. അല്ല, ഇപ്പോൾ ഞങ്ങൾ ഇത് സംബന്ധിച്ച് ആരാണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, സമാധാന അന്തരീക്ഷം തകർന്ന് കാണുമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ആരാണ് എന്നുള്ളതെല്ലാം പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരു ന്യായീകരണവുമില്ല. കാരണം ഇവിടെ ഒരുപാട് സ്മൃതി കുടീരങ്ങളുണ്ട്. എന്നാൽ CPM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ വളരെ പർപ്പസ്ഫുള്ളായിട്ടാണ് ഇവിടെ രാസപ്രയോഗം നടത്തിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഗൂഢ ലക്ഷ്യമുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ എത്രയും വേഗം പിടികൂടണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്.